ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സ്മാർട്ട് കൊമേഴ്സ് ചാനൽ ക്ലാസ്. ആദ്യം തന്നെ ഒരു അഭ്യർത്ഥന, ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസിലെ ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന മൊഡ്യൂളിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓഫ് എ കൺട്രി റെപ്രസെൻറ്റ്സ് എ റെക്കോർഡ് ഓഫ് ദി ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ടേക്കൺ പ്ലേസ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ്. ഇറ്റ് മീൻസ് എ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് മെയ്ഡ് ബൈ ദി കൺട്രി ഇൻ ദി ഗ്ലോബൽ മാർക്കറ്റ്. Balance of payment is a record of all the receipts and payments through the exports and imports made at international level between countries. ഒരു നിശ്ചിത കാലയളവിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഒരു റെക്കോർഡാണ് ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ആഗോള വിപണിയിൽ രാജ്യം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഇടപാടുകളുടെ ചുരുക്കിയുള്ള ഒരു റെക്കോർഡാണ് ഇത്. രാജ്യങ്ങൾ തമ്മിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കയറ്റുമതികളിലൂടെയും ഇറക്കുമതികളിലൂടെയുമുള്ള റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ ഒരു റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഹാസ് ടു സൈഡ്സ് ലൈക്ക് ദാറ്റ് ഓഫ് എ നോർമൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. All the receipts are recorded in the credit side and all the payments are recorded in the debit side. Both the debit and credit balances will get equal on successful and proper recording of transactions. ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഒരു സാധാരണ അക്കൗണ്ടിലേതുപോലെ ഇതിന് രണ്ട് സൈഡുകളുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. റെസിറ്റ്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യുന്നു. ഇടപാടുകൾ വിജയകരമായും ശരിയായ രീതിയിലും രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഡെബിറ്റ് ബാലൻസുകളും ക്രെഡിറ്റ് ബാലൻസുകളും ഈക്വൽ ആവുകയും ചെയ്യുന്നു. ബോത്ത് ദി റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ടു പാർട്സ്, നെയിംലി കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് റെപ്രസെൻറ്റ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് റവന്യൂ നേച്ചർ, ദാറ്റ് ഈസ് receipts and payments through the purchase and sale of merchandise or goods and services. Capital account records transactions of capital nature, that is receipts and payments through the movement of fund or capital, that is through the transactions of assets and liabilities. റെസിറ്റ്സിനെയും പേയ്മെൻറ്റ്സിനെയും രണ്ടിനെയും കറണ്ട് അക്കൗണ്ട് എന്നും ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും രണ്ട് വിഭാഗത്തിൽ പെടുത്തുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇടപാടുകളിലൂടെയുള്ള റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ് കറണ്ട് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അതായത് റവന്യൂ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് കറണ്ട് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. ക്യാപിറ്റൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അതായത് ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റിലൂടെയുള്ള എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസിലൂടെയുള്ള റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. ഗിവൺ ഈസ് ദി ഫോർമാറ്റ് ഓഫ് എ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ലെറ്റ്സ് ഡിസ്കസ് ദി ഐറ്റംസ് വിച്ച് ആർ നോട്ട് ഫെമിലർ ടു അസ്. ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് പരിചിതമല്ലാത്ത പദങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ദെയർ ഇൻവിസിബിൾസ്. ദി ടേം ഇൻവിസിബിൾസ് കൺസിസ്റ്റ്സ് റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ത്രൂ trade in services such as travel, tourism, transport, etc. Then investment income like interest, dividend. Unilateral transfers. ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവയിലൂടെയുള്ള റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ് ഉൾപ്പെടുന്നത്. ഒന്ന്, സേവനങ്ങളുടെ, അതായത് ട്രാവൽ, ടൂറിസം, ട്രാൻസ്പോർട്ട് തുടങ്ങിയ സേവനങ്ങളുടെ കച്ചവടത്തിലൂടെയുള്ള റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. രണ്ട്, ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ പോലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള ഇൻകം. മൂന്ന്, യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. ഇനി എന്താണ് ഈ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്? യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് റെഫേഴ്സ് ടു ദി ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ.
യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ഇൻവോൾവ് പെൻഷൻ, ഗിഫ്റ്റ്സ് എക്സെട്ര. ഒരു ഡയറക്ഷനിൽ മാത്രമുള്ള ഫണ്ടിൻ്റെ ഫ്ലോ ആണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ. പെൻഷനും ഗിഫ്റ്റ്സും ഒക്കെയാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സിൽ ഉൾപ്പെടുന്നത്. പെൻഷൻ്റെയും ഗിഫ്റ്റിൻ്റെയും ഒക്കെ കാര്യത്തിൽ പ്രതിഫലമായി അല്ലെങ്കിൽ പകരമായി തിരികെ ഒന്നും ലഭിക്കുന്നില്ല, മറിച്ച് ഒരു വഴിക്ക് മാത്രമുള്ള ഫണ്ടിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. നൗ നോൺ മോണിറ്ററി മൂവ്മെൻറ്റ് ഓഫ് ഗോൾഡ്. Movement of gold may be of two types, namely monetary and non-monetary movement of gold. Monetary movement refers to the buying and selling of gold in the foreign exchange market. On the other hand, non-monetary movement of gold means the purchase and sale of gold for the purpose of industrial requirements. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് രണ്ട് തരത്തിലാവാം. ഒന്ന് മോണിറ്ററി മൂവ്മെൻറ്റ് ഓഫ് ഗോൾഡ്, രണ്ട് നോൺ മോണിറ്ററി മൂവ്മെൻറ്റ് ഓഫ് ഗോൾഡ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഗോൾഡ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് മോണിറ്ററി മൂവ്മെൻറ്റ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസിക്ക് പകരമായി ഗോൾഡ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് മോണിറ്ററി മൂവ്മെൻറ്റ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത്. എന്നാൽ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗോൾഡ് വാങ്ങി വിൽക്കുകയും ചെയ്യുന്നതിനാണ് നോൺ മോണിറ്ററി മൂവ്മെൻറ്റ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് disequilibrium in balance of payment. Disequilibrium in balance of payment may cause mainly due to the difference in the value of exports and imports of a country. It may show a surplus or a deficit. Balance of payment of a country shows surplus or favorable balance when imports, that is payments of the country, are less than exports, that is receipts. On the other hand, when payments, that is imports, are more than the receipts, that is exports, it will create deficit or an unfavorable position in the balance of payment position of a country. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ അസന്തുലിതാവസ്ഥ പ്രധാനമായും ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്സിൻ്റെയും ഇമ്പോർട്ട്സിൻ്റെയും വ്യത്യാസത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കാണിക്കാം. ഒരു രാജ്യത്തിൻ്റെ പേയ്മെൻറ്റ്സ്, അതായത് ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ് അല്ലെങ്കിൽ റെസിറ്റ്സിനേക്കാൾ കുറവാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു അനുകൂലമായ പൊസിഷൻ കാണിക്കും, എന്ന് പറഞ്ഞാൽ സർപ്ലസ് ആയിരിക്കും. നേരെ മറിച്ച് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ട്സ് റെസിറ്റ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ട്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ പ്രതികൂലമായിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. നൗ കോസസ് ഓഫ് ഡിസെക്വിലിബ്രിയം. The major causes for disequilibrium in balance of payment of a country are discussed below. Number 1, natural calamities. There are a number of natural calamities like earthquakes, droughts, famine, and flood affecting the balance of payment, especially in underdeveloped countries. All these factors adversely affect the domestic production and increase the volume of imports. It leads to disequilibrium between imports and exports. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ, പ്രത്യേകിച്ച് അവികസിത രാജ്യങ്ങളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ബാധിക്കുന്ന ധാരാളം പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. അതായത് ഭൂമികുലുക്കം, വരൾച്ച, ക്ഷാമം, വെള്ളപ്പൊക്കം തുടങ്ങിയവ. ഈ ഘടകങ്ങളൊക്കെ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം കുറയ്ക്കുകയും അങ്ങനെ ഇമ്പോർട്ട്സിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും തമ്മിൽ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. നമ്പർ 2, ഫ്ലക്ച്വേഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് സൈക്കിൾ. Fluctuations are inherent in all forms of business, starting from local, interstate, national, and international. Such fluctuations are of cyclical in nature. Fluctuations in international business cycle may cause disequilibrium in balance of payment. പ്രാദേശിക ബിസിനസ്സിൽ തുടങ്ങി അന്തർ സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര എല്ലാ തരത്തിലുമുള്ള ബിസിനസ്സുകളിലും ഫ്ലക്ച്വേഷൻസ് ഇൻഹറൻ്റ് ആണ്. ഇനി ഈ ഫ്ലക്ച്വേഷൻസ് ആണെങ്കിൽ സ്വഭാവത്തിൽ സൈക്ലിക്കലുമാണ്, എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം സാമ്പത്തിക അഭിവൃദ്ധിയുടേതാണെങ്കിൽ അടുത്തൊരു കാലഘട്ടം സാമ്പത്തിക മാന്ദ്യത്തിൻ്റെതാവാം. ബിസിനസ് സൈക്കിളിലുള്ള ഇത്തരം വ്യതിയാനങ്ങൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. നമ്പർ 3, ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. Changes in foreign exchange rates refers to
the changes in the external value of currencies of a country. If the external value of a currency increases, it will make imports cheaper. As a result, volume of imports may get increased. It creates disequilibrium between imports and exports. ഒരു രാജ്യത്തിൻ്റെ കറൻസിക്ക് രാജ്യത്തിന് പുറത്തുള്ള മൂല്യം വ്യത്യസ്തപ്പെടുന്നതിനാണ് വിനിമയ നിരക്കിൽ ഉണ്ടാകുന്ന വ്യതിയാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ കറൻസിക്ക് പുറത്തുള്ള മൂല്യം വർദ്ധിച്ചാൽ അത് ആ രാജ്യത്തേക്കുള്ള ഇമ്പോർട്ട്സ് ചിലവ് കുറഞ്ഞതാക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് കറൻസി കൊണ്ട് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫലമായി ഇമ്പോർട്ട്സിൻ്റെ തോത് കൂടുന്നു. ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും തമ്മിൽ അത് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്പർ 4, റെഡ്യൂസിങ് മാർക്കറ്റ് ഡിമാൻഡ്. ഇഫ് ദി ഹാബിറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ് change, that may reduce the market demand for the products. It may affect the exports trade of a country, which ultimately affects the balance of payment position. വിദേശ രാജ്യങ്ങളിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഹാബിറ്റ്സും ഇൻട്രസ്റ്റും വ്യത്യാസപ്പെട്ടാൽ അത് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കുറയുന്നതിന് കാരണമാകാം. അത് രാജ്യത്തു നിന്നുള്ള എക്സ്പോർട്ടിനെ ബാധിക്കും. അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെ ബാധിക്കുകയും ചെയ്യും. Number 5, over-dependence on imports. When a country gets over-dependent on other countries for meeting its basic requirements, it may go for heavy imports. Basically, underdeveloped countries may go for import of crude oil, advanced machineries, raw materials, petroleum products, etc. Excessive imports may cause for disequilibrium between imports and exports. Number 6, difference in price level. Prices of products at domestic market and international market are different from each other. If the domestic prices are higher than the international prices, it encourages imports and creates disequilibrium between imports and exports. ഉൽപ്പന്നങ്ങളുടെ വിലകൾ ആഭ്യന്തര വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലും വ്യത്യസ്തമാകാം. ആഭ്യന്തര വിപണിയിൽ അന്താരാഷ്ട്ര വിപണിയിലേക്കാൾ വില കൂടുതലാണെങ്കിൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് വർദ്ധിപ്പിക്കും. അത് ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. നമ്പർ 7, ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് ട്രേഡ്. വെൻ ദി ടേംസ് ഓഫ് ട്രേഡ് ചേഞ്ചസ് അൺഫേവറബിളി ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് ഫോറിൻ കൺട്രി, ഇറ്റ് വിൽ ഇൻക്രീസ് ഇമ്പോർട്ട്സ് and will lead to disequilibrium between imports and exports. കച്ചവട വ്യവസ്ഥകൾ ഒരു വിദേശ രാജ്യത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു രാജ്യത്ത് പ്രതികൂലമാവുകയാണെങ്കിൽ അത് ആ രാജ്യത്തേക്കുള്ള സാധനങ്ങളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കും. അങ്ങനെ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. നമ്പർ 8, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സം കൺട്രീസ് അഡോപ്റ്റ് ബിസിനസ് സ്ട്രാറ്റജീസ് വിച്ച് അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. The primary objective of all investments is to earn profit, and therefore outflow of investments to such countries will become increased. It may create an adverse impact on the balance of payment position of the home country. ചില രാജ്യങ്ങൾ ആ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആകർഷിക്കുന്ന തരത്തിലുള്ള ബിസിനസ് തന്ത്രങ്ങൾ സ്വീകരിക്കാം. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയും പ്രാഥമിക ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് അത്തരം രാജ്യങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഔട്ട്ഫ്ലോ വർദ്ധിക്കും. അത് മാതൃരാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നമ്പർ 9, ഇൻക്രീസ്ഡ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ്. എ ഡെവലപ്പിംഗ് കൺട്രി റിക്വയേഴ്സ് സഫിഷ്യൻറ്റ് പെട്രോളിയം പ്രോഡക്ട്സ് ടു മീറ്റ് ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റ്സ്, ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ്. It increases the demand of the petroleum products and results in increasing the imports. This leads to disequilibrium between imports and exports. ഒരു വികസന രാജ്യത്തിന് അതിൻ്റെ വ്യാവസായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ടി പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വേണ്ടത്ര ആവശ്യം ഉണ്ടാകാം. അത് പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. ആ രാജ്യത്തേക്കുള്ള അവയുടെ ഇമ്പോർട്ട്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും തമ്മിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഈസ്
correction of disequilibrium. It is essential for all countries to correct the disequilibrium in the balance of payment. Measures for correction are of two types, namely automatic correction and deliberate correction. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ അസന്തുലിതാവസ്ഥ തിരുത്തേണ്ടത് എല്ലാ രാജ്യങ്ങൾക്കും അത്യാവശ്യമാണ്. കറക്റ്റീവ് മെഷേഴ്സ്, ഓട്ടോമാറ്റിക് കറക്റ്റീവ് മെഷേഴ്സ് എന്നും ഡെലിബറേറ്റ് കറക്റ്റീവ് മെഷേഴ്സ് എന്നും രണ്ട് തരമുണ്ട്. നമ്പർ 1, automatic corrective measures. The theory of automatic corrective measures states that if there is any sort of disequilibrium in balance of payment, it may automatically be correct under the paper currency system. This is because the demand and supply pattern keeps on changing, hence will restore the disequilibrium of balance of payment automatically. When there is a deficit in the balance of payment, the demand for the foreign exchange will be more than its supply. It may increase the exchange rate and decrease the external value of the domestic currency. It results in increasing the volume of exports and fall in the imports and will correct the disequilibrium in the balance of payment. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള അസന്തുലിതാവസ്ഥ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആകും എന്നാണ് ഈ തിയറി പറയുന്നത്. അതിനുള്ള കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലായി തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുള്ള അസന്തുലിതാവസ്ഥ കറക്റ്റ് ആവുകയും ചെയ്യും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെഫിസിറ്റ് ഉള്ളപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിനുള്ള ഡിമാൻഡ് അതിൻ്റെ സപ്ലൈയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഡൊമസ്റ്റിക് കറൻസിയുടെ വിനിമയ നിരക്കും അതിൻ്റെ എക്സ്റ്റേണൽ വാല്യൂവും കുറയും. അത് രാജ്യത്തു നിന്നുള്ള എക്സ്പോർട്ട്സ് വർദ്ധിപ്പിക്കുന്നതിലേക്കും ഇമ്പോർട്ട്സ് കുറയുന്നതിലേക്കും നയിക്കുകയും അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ അസന്തുലിതാവസ്ഥ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. Now, countries following fixed exchange rate system can adopt the automatic correction measures by making the following important adjustments. First, price adjustments. Fixed exchange rate system ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടാണ് ഓട്ടോമാറ്റിക് കറക്ഷൻ മെഷേഴ്സ് സ്വീകരിക്കുന്നത്. ആദ്യം പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. When there is deficit in the balance of payment, it may cause fall in the money supply in the deficit country and rise in the countries having surplus. This situation will lead to increase in prices in the surplus country and it enhances the volume of imports and vice versa effect in the opposite situation. It will help in restoration of equilibrium of balance of payment of a country. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെഫിസിറ്റ് ഉള്ളപ്പോൾ ഡെഫിസിറ്റ് ഉള്ള രാജ്യത്ത് മണി സപ്ലൈ കുറയുകയും സർപ്ലസ് ഉള്ള രാജ്യത്ത് മണി സപ്ലൈ കൂടുകയും ചെയ്യുന്നു. ഇത് സർപ്ലസ് ഉള്ള രാജ്യത്തെ വിലകൾ വർദ്ധിപ്പിക്കുകയും അവിടേക്കുള്ള ഇമ്പോർട്ട്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിപരീതമായ ഒരു അവസ്ഥയിൽ നേരെ മറിച്ചും. ഇത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇഫ് ദർ ഇസ് എ ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, it may cause contraction or expansion of money supply. It may result in increase or decrease in interest rates. Such situation motivates investors of deficit countries to withdraw their funds from foreign countries and invest in the home country because of the rising trend of interest rates. Investors belonging to the surplus countries will withdraw their funds and invest in deficit countries. These basic changes help in restoring the equilibrium of balance of payment. Balance of paymentൽ ഡെഫിസിറ്റോ സർപ്ലസോ ഉണ്ടെങ്കിൽ അത് മണി സപ്ലൈ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും. അത് പലിശ നിരക്കുകൾ കൂടുന്നതിലേക്കോ കുറയുന്നതിലേക്കോ നയിക്കും. പലിശ നിരക്കുകളിൽ ഉണ്ടാകുന്ന വർദ്ധിക്കുന്ന ട്രെൻഡ് ഡെഫിസിറ്റ് രാജ്യങ്ങളിലെ നിക്ഷേപകരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ഫണ്ട് പിൻവലിച്ച് തങ്ങളുടെ മാതൃരാജ്യത്ത് നിക്ഷേപിക്കുന്നതിന് പ്രചോദിപ്പിക്കുന്നു. സർപ്ലസ് രാജ്യങ്ങളിലുള്ള നിക്ഷേപകർ അവരുടെ ഫണ്ട് പിൻവലിക്കുകയും ഡെഫിസിറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ അടിസ്ഥാന മാറ്റങ്ങൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ് ഈസ് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് എ പോപ്പുലർ മീൻസ് അഡോപ്റ്റ് ഫോർ ദി പർപ്പസ് ഓഫ് restoring the equilibrium of balance of payment. Under fixed exchange rate system,
the changes in the income will automatically restore the equilibrium of balance of payment. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് അല്ല ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഇൻകത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കും. നെക്സ്റ്റ് ഈസ് ഡെലിബറേറ്റ് കറക്ഷൻ മെഷേഴ്സ്. There are a number of issues connected with the automatic correction measures adopted for the restoration of equilibrium of balance of payment. These limitations create the need for deliberate measures. Deliberate measures are used at present in most of the countries. Deliberate measures may be broadly classified into three parts, namely monetary measures, trade measures, and miscellaneous measures. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ഓട്ടോമാറ്റിക് മെഷേഴ്സുമായി ബന്ധപ്പെട്ട് ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് ഡെലിബറേറ്റ് മെഷേഴ്സിൻ്റെ ആവശ്യമുണ്ടാക്കുന്നു. ഡെലിബറേറ്റ് മെഷേഴ്സ് ഇപ്പോൾ ധാരാളം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു. ഡെലിബറേറ്റ് മെഷേഴ്സിനെ 3 ഭാഗങ്ങളായി ക്ലാസിഫൈ ചെയ്യാം: മോണിറ്ററി മെഷേഴ്സ്, ട്രേഡ് മെഷേഴ്സ് ആൻഡ് മിസ്ലേനിയസ് മെഷേഴ്സ്. ഫസ്റ്റ്, ദെയർ മോണിറ്ററി മെഷേഴ്സ്. Following are the important monetary measures adopted for the correction of disequilibrium of balance of payment. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ അസന്തുലിതാവസ്ഥ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന മോണിറ്ററി മെഷേഴ്സ് താഴെ പറയുന്നവയാണ്. നമ്പർ 1, എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ. എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ മേ affect the overall demand, price level at the domestic level and demand trend for exports and imports. It will help in restoring balance of payment equilibrium. മണി സപ്ലൈ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് മൊത്തത്തിലുള്ള ഡിമാൻഡ്, ഡൊമസ്റ്റിക് തലത്തിലെ പ്രൈസ് ലെവൽ, എക്സ്പോർട്സിനും ഇമ്പോർട്ട്സിനും വേണ്ടിയുള്ള ഡിമാൻഡ് ട്രെൻഡ്, ഇതിനെയൊക്കെ ബാധിക്കാം. ഇത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് സഹായിക്കുന്നു. നമ്പർ 2, devaluation. Devaluation refers to the decrease in the rate of exchange of domestic currency. It may reduce the value of its currency and increases the exports. It will help in correction of disequilibrium in balance of payment position of a country. ഡൊമസ്റ്റിക് കറൻസിക്ക് ഫോറിൻ കറൻസിയുമായുള്ള വിനിമയ നിരക്ക് കുറയ്ക്കുന്നതിനാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത് കറൻസിയുടെ മൂല്യം കുറയ്ക്കും, അത് രാജ്യത്തു നിന്നുള്ള എക്സ്പോർട്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനിലെ അസന്തുലിതാവസ്ഥ കറക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്പർ 3, എക്സ്ചേഞ്ച് കൺട്രോൾ. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് കൺട്രോളിംഗ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഓഫ് എ കൺട്രി. അണ്ടർ എക്സ്ചേഞ്ച് കൺട്രോൾ, ഗവൺമെൻറ് ഓർ സെൻട്രൽ ബാങ്ക് ഓഫ് ദി കൺസേൺഡ് കൺട്രി കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ്സ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആൻഡ് ഏർണിംഗ്സ്. It works as an important measure for correcting the disequilibrium in balance of payment of a country. എക്സ്ചേഞ്ച് കൺട്രോളിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാജ്യത്തെ കേന്ദ്ര ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളെയും ഏർണിങ്സിനെയും നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ അസന്തുലിതാവസ്ഥ കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായി ഇത് വർത്തിക്കുന്നു. നെക്സ്റ്റ്, ട്രേഡ് മെഷേഴ്സ്. Trade measures comprise of 2 parts, namely export promotion and import control. Number 1, export promotion. Export promotion can help in restoring equilibrium in balance of payment of a country. Export promotion requires promoting the export by abolition of export related duties, issue of subsidy on exports of some products, stimulating export manufacturing and marketing, etc. എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് നീക്കം ചെയ്തുകൊണ്ടും ചില ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ടിന് സബ്സിഡി നൽകിക്കൊണ്ടും എക്സ്പോർട്ട് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിങ്ങിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടും എക്സ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്പർ 2, ഇമ്പോർട്ട് കൺട്രോൾ. കൺട്രോളിംഗ് എക്സസീവ് ഇമ്പോർട്ട് ഇൻ എ കൺട്രി ക്യാൻ ബി അഡോപ്റ്റഡ് ആസ് എ റെമഡിയൽ മെഷർ ഫോർ കറക്ഷൻ ഓഫ് ഡിസെക്വിലിബ്രിയം ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഓഫ് എ കൺട്രി. There are number of steps taken for controlling import volume in a country, like imposition of import duties, import quotas, licensing and putting ban on import of some less essential commodities.
ഒരു രാജ്യത്തേക്കുള്ള അമിതമായ ഇറക്കുമതി നിയന്ത്രിക്കുക എന്നുള്ളത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ അസന്തുലിതാവസ്ഥ തിരുത്തുന്നതിനു വേണ്ടി സ്വീകരിക്കാവുന്ന ഒരു നടപടിയാണ്. ഒരു രാജ്യത്തേക്കുള്ള ഇമ്പോർട്ട് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇമ്പോർട്ട് ഡ്യൂട്ടീസും ഇമ്പോർട്ട് ക്വാട്ടാസും ഒക്കെ ഏർപ്പെടുത്തുക, അത്യാവശ്യം കുറഞ്ഞ ചില സാധനങ്ങളുടെ ഇമ്പോർട്ടിന് മേൽ ലൈസൻസിങ്ങും നിരോധനവുമൊക്കെ ഏർപ്പെടുത്തുക തുടങ്ങി ധാരാളം മെഷേഴ്സ് ഇമ്പോർട്ട് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മിസലേനിയസ് മെഷേഴ്സ്. ബിസൈഡ്സ് ഓൾ ദീസ് above mentioned measures, there are some other measures that can be taken for correcting disequilibrium of balance of payment of a country, such as obtaining foreign trade license, stimulation of international investment in the home country, encouraging tourism for international visitors, and providing monetary incentives, etc. Next is currency convertibility. Currency convertibility refers to a process of converting the currency of a country to a global currency accepted by all countries involved in international trade. It is essential that such currency of a specific country is to be unanimously accepted all places around the world for successful completion of international trade or business deals. There are a number of such currencies such as US dollar, German mark, English pound, Japanese yen, etc. ഒരു രാജ്യത്തിൻ്റെ കറൻസി അന്താരാഷ്ട്ര കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്ന ഒരു ഗ്ലോബൽ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് കറൻസി കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര കച്ചവടമോ ബിസിനസ് ഡീലുകളോ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏകകണ്ഠമായി സ്വീകരിക്കുന്നതായിരിക്കണം അത്തരമൊരു കറൻസി. US ഡോളർ, ജർമ്മൻ മാർക്ക്, ഇംഗ്ലീഷ് പൗണ്ട്, ജാപ്പനീസ് യെൻ തുടങ്ങി ധാരാളം അത്തരം കറൻസികളുണ്ട്. When a currency will get completely convert, it will be termed as a hard currency, while an inconvertible currency is termed as a soft currency. But when a country's currency is getting convert only on current account, that is only in the case of current account transactions, it is termed as a partially convertible currency. പൂർണ്ണമായും കൺവേർട്ട് ചെയ്യാവുന്ന ഒരു കറൻസിയെ ഹാർഡ് കറൻസി എന്ന് വിളിക്കുന്നു. എന്നാൽ കൺവേർട്ട് ചെയ്യാനേ ആവാത്ത കറൻസിയെ സോഫ്റ്റ് കറൻസി എന്ന് വിളിക്കുന്നു. ഇനി കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൻ്റെ കാര്യത്തിൽ മാത്രം എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിന് വേണ്ടി മാത്രം കൺവേർട്ട് ചെയ്യാവുന്ന കറൻസിയെ ഭാഗികമായി കൺവേർട്ട് ചെയ്യാവുന്ന കറൻസി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി റിലേറ്റ്സ് ടു ദി അബോളിഷൻ ഓഫ് restrictions imposed on current account transactions, that is the exchange of goods and services. It may be defined as the freedom to buy or sell foreign exchange for current account transactions, that is the transactions of goods and services. Current account transactionsന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇടപാടുകളുടെ കാര്യത്തിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ട്രാൻസാക്ഷൻസിന് വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. നെക്സ്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി റെഫേഴ്സ് ടു എ പ്രോസസ് ഓഫ് അബോളിഷിംഗ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്, that is the transactions of fund or capital. In other words, the transactions of assets and liabilities. In simple words, capital account convertibility eliminates all sorts of restrictions on international flow of funds into a country's capital account. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ, അതായത് അസറ്റ്സിൻ്റെ അല്ലെങ്കിൽ ലയബിലിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി നീക്കം ചെയ്യുന്നു. ദി ലാസ്റ്റ് ടോപ്പിക് ഇൻ ദി മൊഡ്യൂൾ, കറൻസി കൺവേർട്ടബിലിറ്റി ഇൻ ഇന്ത്യ. കറൻസി കൺവേർട്ടബിലിറ്റി ഇൻ ഇന്ത്യ took place in the year 1990 to 93 in the policy declaration in the Union Budget for
1992-93 at the floor of Parliament of India. As per the budgetary provision, Indian rupee has made partially convertible. It was highly essential for integrating Indian economy into the global economy. 1992-93 ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട യൂണിയൻ ബഡ്ജറ്റിലാണ് ഇന്ത്യയുടെ കറൻസി കൺവേർട്ടബിലിറ്റി നയം പ്രഖ്യാപിക്കപ്പെട്ടത്. ബഡ്ജറ്റിലെ വ്യവസ്ഥയനുസരിച്ച് ഇന്ത്യൻ റുപ്പിയെ ഭാഗികമായി കൺവേർട്ടബിളാക്കി മാറ്റി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുത്തുന്നതിന് ഇത് അത്യാവശ്യമായിരുന്നു. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.